ഹലോ, ഇന്നത്തെ നമ്മളെ യാത്ര കള്ള് ഷാപ്പ് പോക്കാട്ടോ. ഫുഡൊക്കെ അടിക്കാം. മെല്ലെ പോണം, ക്യാമറ പണി വളരുത്. ഞാനൊന്ന് പറയട്ടെ എൻ്റെ അമ്മോ. അപ്പം ഞങ്ങൾ ഇന്ന് ഷാപ്പിൽ ഫുഡ് അടിക്കുക അല്ലേ, മെയിനായിട്ട് ഫുഡ് അടിക്കുക. അരൂർ, എറണാകുളം അരൂർ ഒരു എന്താ പറയുക, ഒരു അടിപൊളി സ്പോട്ട് കേട്ടോ. കാണിച്ചു തരാം. ഇന്ന് സൺഡേ ആട്ടോ, പക്ഷേ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാതിരിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങളെ തേടിയെത്തിയത്. ബൈക്കും എടുത്ത് ഇറങ്ങിയതാ, മഴയൊന്നും കാര്യമാക്കിയില്ല. നമ്മൾ നെട്ടൂർ കള്ളുഷാപ്പാണിത്. നല്ലൊരു അടിപൊളി വൈബുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ പോകാനൊന്നും സാധിച്ചില്ല. പക്ഷേ ഈ ഒരു ഏരിയ കണ്ടപ്പോൾ ഞാനിത് എറണാകുളം തന്നെയാണോ എന്ന് അതിശയിച്ചു പോയി. വളരെ ഭംഗിയായിരുന്നു കാണാനാണെങ്കിലും, നല്ല രസം. ഒരു കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്ക്, ഒരു വെള്ളക്കെട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഒരു കള്ളുഷാപ്പ്. അതിമനോഹരമായൊരു ആംബിയൻസ്. ഫുഡിൻ്റെ കാര്യം എനിക്കറിയില്ല, ഫുഡ് നമുക്ക് പോയി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം അറിയാമല്ലോ. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ വഴിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത കള്ള് ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. എന്താ അതിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. ഇതുപോലൊരു മൺകലത്തിലാണ് നമ്മുടെ സാധനം തന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ചിലവരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ കാണും, ഈ പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ കുടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് വെച്ചാൽ, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഇത് കുടിച്ചെന്ന് വെച്ചിട്ട് കറങ്ങി പോവുകയോ അല്ലെങ്കിൽ നമ്മളല്ലാതെ ആവുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഒരുപാട് ഫാമിലീസൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നു, അതിൻ്റെ കൂടെ ഇതും മേടിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം എല്ലാവരും എടുക്കുക. അല്ലാതെ ഒരിക്കലും ഇതിനെ വെച്ചിട്ട് നിങ്ങൾ ഒരു എന്താ പറയുക, അതിനൊരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതികൾ വന്ന് ദയവ് ചെയ്ത് ചിന്തിക്കാതിരിക്കുക. അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഷാപ്പിൽ വന്ന് ആഹാരം കഴിക്കുന്നത്. എനിക്ക് അറിയത്തില്ല എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളെന്നൊന്നും. ഞങ്ങൾ 4 പേരാണ് പോയത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ക്രാബ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല തലക്കറി. ഞാൻ വെള്ളയപ്പാട്ടോ വാങ്ങിയത്. ചാക്കോച്ചനും അവർ 3 പേരും കപ്പയാണ് മേടിച്ചത്. പിന്നെ പോർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 3 നമ്മൾ മേടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ തലക്കറി ഇതുവരെ എത്തിയിട്ടില്ല. ക്രാബിൻ്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് വെച്ച പാടും മൂക്കിലോട്ട് നല്ല സ്പൈസി കുരുമുളകിൻ്റെ സ്മെല്ലങ്ങ് അടിച്ച് കയറുമായിരുന്നു. അപ്പം തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കഴിച്ചു നോക്കിയപ്പം ഉഗ്രനായിരുന്നു. അവിടുത്തെ വെള്ളയപ്പം പറയാതിരിക്കാൻ വയ്യ. ഞാൻ അത്ര കപ്പ ഫാനല്ല, പക്ഷേ കപ്പ കഴിക്കുന്നവർ പറഞ്ഞത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ തലക്കറിയൊക്കെ എത്തി. ഒരു അടാറ് ടേസ്റ്റ് കേട്ടോ. ഞാൻ അങ്ങനെ തലക്കറിയുടെ ഇഷ്ടമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തല കൊണ്ടുവന്ന് ഞാൻ കഴിക്കുന്നത്. ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. വലിയ റേറ്റ് ഒന്നും ആവില്ല, വലിയ റേറ്റ് ഭയങ്കര എക്സ്പെൻസീവായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല സ്പൈസി ആൻഡ് നല്ല ടേസ്റ്റ്
ടേസ്റ്റി ഫുഡായിരുന്നു, എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ പെയ്യാനായിട്ടിരിക്കുകയായിരുന്നു. ആ ആംബിയൻസ് നല്ലതായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ട്, മൊത്തം തിരക്കായിരുന്നു. അത്യാവശ്യം ആൾക്കാർ, പ്രത്യേകിച്ച് ഫാമിലിയും പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാവരും വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പോകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുക, ഇതൊക്കെ ഈ രുചികളൊക്കെ ഒന്ന് അറിയാൻ നോക്കുക കേട്ടോ. ഇതൊന്നും എന്താ പറയുക, നമ്മളെ ലൈഫിൽ മാറ്റി വെക്കരുത്. ഞാനൊക്കെ ഇത്രയും കാലം ആസ്വദിക്കാതിരുന്നതാണ്, പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തിട്ടാണ് ഫുഡ് മൊത്തം കഴിച്ചത്. അപ്പോഴേക്കും അടിപൊളിയായിട്ട് മഴയൊക്കെ അങ്ങ് വന്നു, നല്ല കുശാലായി. പിന്നെ ഫുള്ളൊരു ഓളമായിരുന്നു. നല്ല ഫുഡ് അടിച്ചുകൊണ്ടും നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കാൻ പറ്റി കേട്ടോ. സ്പൈസിയാണ്, അത്യാവശ്യമൊന്നുമില്ല, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലാണ്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്പൈസി ഒന്നുമല്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഒക്കെ ഒന്ന് കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഒന്ന് വൈബടിച്ച് ഫുഡൊക്കെ അടിച്ചിരിക്കട്ടെ. ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി ഞങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അടുത്ത ഹെവി മഴ വരുമ്പോഴേക്കും വീട് പിടിക്കണം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നെട്ടൂർ ഷാപ്പിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഫുഡൊക്കെ കഴിച്ച് നല്ല മഴയത്തിരുന്ന് അടിപൊളിയായിട്ട് വൈബ് ചെയ്തുകൊണ്ടിരിക്കും. ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. മീൻകറിയൊക്കെ നല്ല അടിപൊളി, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഇതൊന്നുമില്ല കേട്ടോ. മീൻസ് ഹെവി എരിവ് എന്നൊന്നും പറയാനില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന എരിവ് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്ന കാറിൻ്റെ തിരക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഈ ഫുള്ളും ഈ കാറ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഫുഡ് കഴിക്കാനും. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ഷാപ്പിൽ ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. നല്ല രസമില്ലേ? മീൻസ് ഒരുപാട് വണ്ടിയുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് വണ്ടി നിർത്തിയിട്ടേക്കുന്ന കണ്ടോ. കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളി തലക്കറിയും ഇവിടുത്തെ എല്ലാം ഒന്നിനൊന്ന് മെച്ചാ, ഭയങ്കര ടേസ്റ്റാണ്. പോവാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ.